ഡിയർ ആസ്പിരൻസ്, ഞാൻ ദിൽഷാദ്, ലീഡ് IASലെ സുവോളജി ഓപ്ഷണൽ ഫാക്കൾട്ടിയാണ്. സിവിൽ സർവീസ് എക്സാമിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻക്ലൂഡിംഗ് മെയിൻസ് ആൻഡ് ഇൻ്റർവ്യൂ അപ്പയർ ചെയ്തിട്ടുള്ള കുട്ടികളെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. I have done my BSMS dual degree program in biology from Indian Institute of Science Education and Research, ISER, തിരുവനന്തപുരം, സ്പെഷ്യലൈസ്ഡ് ഇൻ എക്കോളജി. ഇനി നമുക്ക് സുവോളജി ഓപ്ഷനിലേക്ക് വരാം. സുവോളജി ഓപ്ഷനെ പറ്റി പലർക്കും ഉള്ളൊരു പൊതുവായിട്ടുള്ള സംശയമാണ് ആർക്കൊക്കെ സുവോളജി ഓപ്ഷൻ എടുക്കാം എന്നുള്ളത്. ബയോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ, അതായത് ഫോർ എക്സാമ്പിൾ ഡയറക്റ്റ് ബയോളജി ബാക്ക്ഗ്രൗണ്ട് സച്ച് ആസ് BSc സുവോളജി അല്ലെങ്കിൽ BSc ബോട്ടണി, ഫോറസ്ട്രി, ഇനി എനി മെഡിക്കൽ ഡിഗ്രി, ഫാർമ ആകാം, MBBS, BAMS ഓർ വെറ്റിനറി, അങ്ങനെ ഡയറക്റ്റ് ബയോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് എടുക്കാവുന്ന ദി ബെസ്റ്റ് ഓപ്ഷനാണ് സുവോളജി. ഇനി ഇൻ കേസ് നിങ്ങൾ ബയോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ല എങ്കിൽ പോലും നിങ്ങൾ 12th ബേസ് സ്ട്രോങ് ആണ്, 12th ബേസ് ബയോളജി സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് ബയോളജിയിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്കും സുവോളജി എടുക്കാവുന്നതാണ്. അപ്പോൾ സുവോളജിക്ക് ബയോളജി ബാക്ക്ഗ്രൗണ്ട് വേണം എന്നുള്ളത് യാതൊരു നിർബന്ധമുള്ള കാര്യമല്ല. ഓക്കെ, നൗ കമ്മിങ് ടു ദി ബെനിഫിറ്റ്സ് ഓഫ് സുവോളജി. എന്തൊക്കെയാണ് സുവോളജി എടുത്താലുള്ള ഗുണങ്ങൾ? ഒന്നാമത്തെ കാര്യം, സുവോളജി ഇസ് എ സ്റ്റാറ്റിക് സബ്ജക്റ്റ്. നിങ്ങൾ സുവോളജിയുടെ സിലബസ് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ കൺസെപ്ഷ്യൽ ബേസ്ഡ് ആയിട്ടുള്ള, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിലബസാണ് സുവോളജിക്കുള്ളത്. അതുകൊണ്ട് തന്നെ UPSC പ്രിപ്പറേഷന് മറ്റ് സബ്ജക്ട്സ് പോലെ, അതായത് നിങ്ങളുടെ GS സബ്ജക്ട്സ് പോലെയോ അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസിനെ പോലെയോ കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻസ് ഇവിടെ നമുക്ക് ആവശ്യമില്ല. ഇത് UPSC ആണ്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അറ്റംപ്റ്റുകൾ എടുക്കേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ സുവോളജി ഓപ്ഷൻ എടുത്തൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ വൺസ് നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻ പ്രോപ്പറായിട്ട് കവർ ചെയ്തെങ്കിൽ ഫർദർ അറ്റംപ്റ്റ് വേണ്ട സമയത്ത് നിങ്ങളുടെ ഓപ്ഷന് പുറത്ത് നിങ്ങൾക്ക് അധികം ടൈം പിന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾക്ക് ആ ടൈം എന്ത് ചെയ്യാം, നിങ്ങൾ GSൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് GSും നിങ്ങളുടെ ഓപ്ഷനും രണ്ടും ഒരേപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. സുവോളജിൻ്റെ മറ്റൊരു പെക്യുലാരിറ്റിയാണ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കാറുള്ളത്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സിലബസിന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. അതിൽ തന്നെ മിക്ക ക്വസ്റ്റ്യൻസും ഡയഗ്രാം ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസിന് അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് വെരി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസർ എളുപ്പത്തിൽ എഴുതാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോറിംഗ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് സുവോളജി. പ്രോപ്പറായിട്ട് സിലബസ് കവർ ചെയ്താൽ 300+ സ്കോർ ചെയ്യുക എന്നുള്ളത് സുവോളജിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മൾ 2022 റിസൾട്ട് അനലൈസ് ചെയ്ത് നോക്കിയാൽ അത്ര കോമൺ ആയ ഓപ്ഷൻ അല്ലെങ്കിൽ പോലും സുവോളജിയിൽ അത്യാവശ്യം നല്ല റാങ്ക് കാണുന്നുണ്ട്. അതായത് റാങ്ക് 4, റാങ്ക് 11, റാങ്ക് 38 ഒക്കെ വിത്തിൻ 50 തന്നെ നമുക്ക് സുവോളജിയിൽ കാണാവുന്നതാണ്. ഇനി കേരളത്തിൽ നിന്നും സുവോളജി ടോപ്പേഴ്സ് ഉണ്ട് കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിൽ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ബെനിഫിറ്റ്സ്. ഇനി നമ്മൾ സുവോളജീൻ്റെ മറ്റൊരു ബെനിഫിറ്റാണ് GSുമായിട്ടുള്ള ഓവർലാപ്പിംഗ്. GSൻ്റെ പ്രിപ്പറേഷന് സുവോളജി പ്രിപ്പറേഷൻ ഒരു പരിധി വരെ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇയർ ബൈ ഇയർ എൻവയോൺമെൻറ്റ് ആൻഡ് ഇക്കോളജി, അതുപോലെ S&Tയിലെ ബയോളജി പോർഷൻസ് ഒക്കെ റിപ്പീറ്റഡ്ലി അതിൻ്റെ സിഗ്നിഫിക്കൻസ് കൂടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുവോളജി പ്രോപ്പറായിട്ട് കവർ ചെയ്യുമ്പം ഈ പോർഷൻസ് ഒക്കെ കോൺഫിഡൻസോട് കൂടി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ സുവോളജി സിലബസിൻ്റെ ഭാഗമായിട്ട് ഡയറക്റ്റ് ആയിട്ട് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പോർഷൻസ് ആണ് എൻവയോൺമെൻറ്റ്, ഇക്കോളജി, അതുപോലെ എവല്യൂഷൻ, ഇക്കണോമിക് സുവോളജി ഒക്കെ. അപ്പോൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങളെ പ്രിലിംസിനെയും മെയിൻസിനെയും ഒരുപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ് സുവോളജി എന്ന് പറയുന്നത് IFOSൻ്റെയും അതായത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാമിൻ്റെയും സിവിൽ സർവീസ് എക്സാമിൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പേപ്പറാണ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാമിന് UPSC ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ചില ടെക്നിക്കൽ സബ്ജക്ട്സ് മാത്രമേ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അവിടെ 2 ഓപ്ഷൻസ് ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊരു ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് സുവോളജി ചൂസ് ചെയ്യാം. അതായത് IFOSൻ്റെയും സിവിൽ സർവീസ് എക്സാമിൻ്റെയും കോമൺ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് സുവോളജിയെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്ലാൻ B ആയിട്ട് IFOS വയ്ക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഡയറക്റ്റ് സുവോളജി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ബയോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇൻ കേസ് ഇത് UPSC എക്സാമിനേഷനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക്സിലോട്ട് തിരികെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക്സ് നഷ്ടപ്പെട്ടു എന്ന റിഗ്രറ്റ് നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സുവോളജി ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും നല്ല ബെനിഫിറ്റ്സ്. സോ നെക്സ്റ്റ് തിങ്, വാട്ട് ടു ലേൺ, അതായത് നമുക്ക് എന്തൊക്കെയാണ് സുവോളജി സിലബസിൽ പഠിക്കാനുള്ളത്. മറ്റുള്ള ഓപ്ഷൻ പോലൊക്കെ തന്നെ സുവോളജിയിൽ നിങ്ങൾക്ക് 2 പേപ്പേഴ്സാണ് ഉള്ളത്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. 2 പേപ്പേഴ്സും സ്റ്റാറ്റിക് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. പേപ്പർ 1ൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് കോർ ഡേറ്റ ആൻഡ് നോൺ കോർ ഡേറ്റ. നമ്മൾ ആനിമൽ കിങ്ഡം പോർഷൻ 11th ബയോളജിയിൽ പഠിച്ചതായിരിക്കും. അതിൻ്റെ കുറച്ചുകൂടി ഹയർ ലെവലായിട്ടുള്ളതാണ് ഈ നോൺ കോർ ഡേറ്റ ആൻഡ് കോർ ഡേറ്റ. അതാണ് ആക്ച്വലി പേപ്പർ 1ൽ ഒരു 1/4 ഓഫ് ദ സിലബസിനെ കവർ ചെയ്യുന്നത്.
ഓക്കെ. പിന്നെ ഇത് കൂടാതെ എക്കോളജി ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്നുണ്ട്. എക്കോളജി ഉണ്ട്, ദെൻ ഇക്കണോമിക് സുവോളജി ഇസ് ദർ, ബയോ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇസ് ദർ, ബയോസ്റ്റാറ്റ് ഇസ് ദർ. പിന്നെ എത്തോളജി, അതായത് ആനിമൽ ബിഹേവിയർ. ഇത്രയും കാര്യങ്ങളാണ് പേപ്പർ 1 ഉണ്ടായിരിക്കുക. നൗ കമ്മിങ് ടു പേപ്പർ 2. പേപ്പർ 2 നിങ്ങൾക്ക് ഉണ്ടാവുക സെൽ ബയോളജി ഇസ് ദർ, ജെനറ്റിക്സ് ഉണ്ട്, പിന്നെ ബയോ കെമിസ്ട്രി ഉണ്ട്, ഫിസിയോളജി, ഡെവലപ്മെൻറ്റൽ ബയോളജി, എവല്യൂഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പേപ്പർ 1 ഉം 2 നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുണ്ടായിരിക്കുക. നൗ കമ്മിങ് ടു മൈ ക്ലാസ്സസ്. എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ചൂസ് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ വർഷത്തെ ബാച്ചിൽ തന്നെ വിത്തിൻ 50 ക്ലാസ്സസ് ഇറ്റ് സെൽഫ് നമ്മൾ കംപ്ലീറ്റ് സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെ പാസ്റ്റ് 10-year ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രം 2013 to 2023 കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ സോൾവ് ചെയ്തിട്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുക. അപ്പോൾ പ്രീവിയസ് ഇയർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് പ്രിൻറ്റഡ് മെറ്റീരിയൽസ് ഇൻക്ലൂഡിംഗ് ഡയഗ്രാംസ് ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ. ഇത് കൂടാതെ നമുക്ക് ഈ സുവോളജി പേപ്പർ വെച്ച് UPSC എക്സാം ഇൻക്ലൂഡിംഗ് IFOS ക്ലിയർ ചെയ്തിട്ടുള്ള ടോപ്പേഴ്സുമായിട്ട് കോൺടാക്ട്സ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള കോൺടാക്ട്സ് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾ എന്തുകൊണ്ട് ലീഡ് IAS ചൂസ് ചെയ്യണം? ലീഡ് IASൻ്റെ പെക്യുലാരിറ്റി ഹൈബ്രിഡ് മോഡ് ഓഫ് ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അപ്പം പുറത്ത് ഉള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, ഫിസിക്കലി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് റെക്കോർഡിങ്സ് കിട്ടും. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും സെഷൻസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ കംപ്ലീറ്റ് പ്രിൻറ്റഡ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയും കംപ്ലീറ്റ് സിലബസിന് ജസ്റ്റ് ആയിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ഇൻക്ലൂഡിംഗ് ദി ഡയഗ്രാംസ്. ദെൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആൻസർ റൈറ്റിംഗ് സെക്ഷൻസ് ഉണ്ടായിരിക്കും, അതിൻ്റെ ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കും, ഇൻഡിവിജ്വൽ മെൻറ്ററിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ. ഹോപ്പ് ദിസ് വിൽ ഹെൽപ്പ് യു. താങ്ക് യു.